മിച്ചുവിന് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ട് എടുത്തതാണ്. അവിടുന്ന് ഞങ്ങൾ ഇട്ട് നോക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാരണം ലൂസ് തോന്നിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ബെൽറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഒന്നും ശരിയാവുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റാൻ വേണ്ടിയിട്ടാണ് വീണ്ടും സമയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വീട്ടിൽ നോക്കി. പിന്നെ ഞാൻ ഇനി പാൻറ്റൊന്നും നോക്കാമല്ലോ വിചാരിച്ച് പാൻറ്റിൻ്റെ അടുത്തോട്ട് പോയി. മിച്ചു പോരും തന്നെ ഇല്ല കേട്ടോ. അവൾ പാൻറ്റും വേണ്ടെന്നാണ് വാശി പിടിച്ച് കരഞ്ഞ് ഓടിയിട്ടുണ്ടായിരുന്നു. അവൾ അവിടുന്ന് വീണ്ടും ഞാൻ പിടിച്ച് കൊടുക്കുന്ന പാൻറ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ ഇട്ടിട്ട് വീണ്ടും വീടിൻ്റെ അടുത്തേക്ക് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ നേരെ പോകുന്ന എൻ്റെ ഇളയച്ചിക്ക് നൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ അതും നോക്കിയെടുത്ത് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിച്ചുവിൻ്റെ മുടി വെട്ടാൻ വേണ്ടി ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഫാൻസി സാധനം മൈലാഞ്ചി സ്റ്റിക്കർ അങ്ങനത്തെയൊക്കെ അവൾക്ക് വേണമെന്നിട്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ അവിടുന്ന് അങ്ങനെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പിറ്റേ ദിവസം എൻ്റെ ഇളയച്ചിക്കും എനിക്കും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവൾക്കും കുട്ടിയുടെ ഡ്രസ്സ് മാറ്റാനുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ബില്ലാക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് നോക്കി, അപ്പോൾ എനിക്കും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന്. അങ്ങനെ അവർ വസന്തത്തിലോട്ടാട്ടോ പോയിട്ടുണ്ട്. അവർ അങ്ങോട്ട് എടുക്കാൻ പോയി, ഞാൻ സാമിയിലോട്ടാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് അവരെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം വണ്ടിയുണ്ടല്ലേ പോയത്, വെയിറ്റ് ചെയ്യേണ്ട വിചാരിച്ചാൽ അവരങ്ങോട്ടും വിട്ടു, ഞാൻ ഇങ്ങോട്ടും കയറി. പിന്നെ അവിടുന്ന് അങ്ങനെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒപ്പം ഫാൻസിയിലും കയറി. അങ്ങനെ കുട്ടികൾക്ക് ഫാൻസി സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.